നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുത്വ വിരുദ്ധ പ്രസംഗത്തിലൂടെ കോൺഗ്രസിന്റെ ഹിന്ദു വോട്ടുകൾ ചോരുമോ എന്ന ഭയമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. പ്രധാന പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ രാജ്യത്ത് മതവിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ അത് നിർഭാഗ്യകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. രാഹുൽ ഗാന്ധി ഇത്തരം പരാമർശം നടത്തുന്നത് പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വത്തെ അക്രമവുമായി ബന്ധിപ്പിക്കുന്ന ആളുകൾ പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് നിർഭാഗ്യകരമാണ്. സ്വാമി വിവേകാനന്ദന്റെയോ മഹാത്മാഗാന്ധിയുടെയോ ഹിന്ദുത്വമാകട്ടെ എന്തു തന്നെയായാലും അത് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാണ്. RSSന്റെ അഖിലേന്ത്യാ തലവൻ സുനിൽ അംബേദ്കറാണ് ഇക്കാര്യം ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തോട് വലിയ രീതിയിലുള്ള കോൺഗ്രസ് വിരുദ്ധത പോലും ഉണ്ടാകുന്നു രാജ്യത്ത് എന്ന് മനസ്സിലാക്കണം. കടുത്ത രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവുമാണ് രാഹുലിനെതിരെ ഇപ്പോൾ RSSും BJPയും ഉയർത്തുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ പരാമർശം വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാക്കിയിരിക്കുന്നു രാജ്യത്ത്. ഇന്ത്യ എന്ന ആശയത്തിന് നേരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗം ആരംഭിച്ചത്. ഇന്ത്യ ഭരണഘടനയ്ക്കെതിരായ ആക്രമണത്തെ ചെറുത്തുനിന്ന ആളുകൾ എന്നിവയ്ക്ക് നേരെ ആസൂത്രിതമായ ആക്രമണം നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സഭയിലെ രാഹുലിന്റെ പെരുമാറ്റം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. ചട്ടങ്ങൾ ലംഘിച്ച് സംസാരിച്ചതും സ്പീക്കറെ അപമാനിച്ചതും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നും കിരൺ റിജിജു പറഞ്ഞു. ഇത് മാത്രമല്ല, രാഷ്ട്ര സേവനത്തിന് മുൻഗണന നൽകാനും പാർലമെന്ററി നിയമങ്ങൾ പാലിക്കാനും NDA MPമാരോടും ഇപ്പോൾ പ്രധാനമന്ത്രി അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ മതവിദ്വേഷ പ്രസംഗം തന്നെയാണ്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഓരോ MPയും രാജ്യസേവനത്തിന് മുൻഗണന നൽകണമെന്നും വിഷയങ്ങളിൽ വൈദഗ്ധ്യം വളർത്തിയെടുക്കണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 18ാം പാർലമെന്റിന്റെ ആദ്യ യോഗത്തിൽ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളുടെ ബഹളം കാരണം സഭ നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായി. ഇതിന് പിന്നാലെ നടന്ന യോഗത്തിലാണ് പാർലമെന്റ് നിയമങ്ങൾ പാലിക്കാനും വിലപ്പെട്ട സമയം വിനിയോഗിക്കാനും പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ NDA MPമാരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ അക്രമത്തെ ഏതെങ്കിലും മതവുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റാണെന്നും ഹിന്ദു സമൂഹവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇപ്പോൾ രാഹുലിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ BJP എന്നാൽ ഹിന്ദു സമൂഹം എന്നല്ല അർത്ഥം എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. നരേന്ദ്രമോദി പ്രതിനിധീകരിക്കുന്നത് മുഴുവൻ ഹിന്ദുവിനെ അല്ല എന്നും BJP മുഴുവൻ ഹിന്ദുവിനെ, RSS മുഴുവൻ ഹിന്ദുവിനെ അല്ല എന്നും പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ അഭിവാദ്യം ചെയ്യാൻ മന്ത്രിമാർക്ക് ഭയമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാപ്പകൽ മുഴുവൻ അക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്ന സംഘപരിവാർ നേതാക്കൾ ഹിന്ദുക്കളല്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള തന്റെ ആദ്യ പ്രസംഗത്തിൽ അഗ്നിവീർ, കർഷക പ്രതിഷേധം, മണിപ്പൂർ തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ രാഹുൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അഗ്നിവീറിന് കീഴിലുള്ള സൈനികരെ യൂസ് ആൻഡ് ത്രോ എന്ന നിരയിലാണ് സർക്കാർ കണക്കാക്കുന്നത് വരെ പറഞ്ഞു. അഗ്നിവീർ സൈന്യത്തിൽ ചേർന്ന യുവാവ് വീരമൃത്യു വരിച്ചാൽ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ അവരുടെ കുടുംബത്തിന് ലഭിക്കില്ല എന്നുവരെ രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ ഇത്തരത്തിലല്ല. അഗ്നിവീർ സൈന്യത്തിൽ ചേർന്ന യുവാവ് വീരമൃത്യു വരിച്ചപ്പോൾ 1 ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയെന്ന് ഇപ്പോൾ ഒരു സൈനികൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തങ്ങൾ അധികാരത്തിലേറിയാൽ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കുമെന്നുമൊക്കെ രാഹുൽ ഗാന്ധി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രസംഗം നടത്തിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ മോദി 3.0യിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശത്തെ, അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധ പരാമർശം വലിയ രീതിയിൽ രാജ്യത്ത് കോൺഗ്രസ് വിരുദ്ധത പടർത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വലിയ രീതിയിൽ RSSും BJPയും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കാണിക്കുകയാണ്.